എലത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ പ്രതികൂല സാഹചര്യം ഉണ്ടായെന്ന് LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ. NCPയുടെ പേരിലും ക്ലോക്ക് ചിഹ്നത്തിലും മറ്റൊരു സ്ഥാനാർത്ഥി വന്നത് വോട്ടർമാർക്കിടയിൽ സംശയമുണ്ടാക്കി. എന്നാലും ഇത്തവണ എലത്തൂരിൽ LDF വിജയിക്കുമെന്ന് ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആകാശ് തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നമ്മളോടൊപ്പം ഉള്ളത് മന്ത്രി AK ശശീന്ദ്രനാണ്. എലത്തൂർ കോഴിക്കോട് മണ്ഡലത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ LDF വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും അതേ ആത്മവിശ്വാസത്തിലാണോ? ഇത്തവണ വോട്ടുകളുടെ കണക്കിനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. കാരണം അത് ജനങ്ങൾ ചെയ്തു കഴിഞ്ഞൊരു വോട്ടാണ്. പക്ഷേ എലത്തൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കംഫർട്ടബിൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ്. തോൽക്കുന്ന പ്രശ്നമേ ഇല്ല. എലത്തൂർ നമ്മൾ 5 വർഷത്തെ വികസനം എടുത്താലും നമുക്ക് അനുകൂലമായിട്ടാണെന്നല്ലേ തോന്നുന്നത്. അപ്പോൾ ഭൂരിപക്ഷം കൂടാനല്ലേ സാധ്യത? അല്ല, ഇത്തവണ കുറച്ച് പ്രതികൂല ഇതുണ്ടായിരുന്നു. കഴിയണം NCPയുടെ പേരിൽ അവിടെ ഒരു നേരത്തെ ഞങ്ങൾ അംഗീകൃത ചിഹ്നമായ ക്ലോക്ക് അടയാളത്തിലൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു. അത് പിന്നെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ എന്തായാലും ആ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾക്കൊരു ചെറിയ സംശയം. വോട്ടർമാർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ ഇല്ല എന്നൊരു സംശയം. കാരണം നമ്മൾ കണക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് ആ സംശയം കൂടി പരിഗണിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭൂരിപക്ഷമല്ല പ്രശ്നം. ഇത്തവണ എന്തായാലും അവിടെ ജയിക്കും. കാരണം അത് എല്ലാ തരം പരിശോധനയിലും മാധ്യമ വിചാരണയിലും എല്ലാം വന്നിട്ടുള്ളത് ആ സീറ്റ് LDFന്റെ സീറ്റാണ്. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം UDF പറയുന്ന പോലെ ഉണ്ടായിട്ടുണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഏകപക്ഷീയമായ പിന്നെ ഒരു ഫലമല്ലേ വേണ്ടത്. ഏതെങ്കിലും ഒരു സർവേയിൽ ഏകപക്ഷീയമായ വിജയം പറഞ്ഞിട്ടുണ്ടോ? ഭരണവിരുദ്ധ വികാരം കണ്ടെങ്കിൽ കടുത്ത മത്സരം വരില്ലല്ലോ. ഏകപക്ഷീയമായി തന്നെ ഒരു കാറ്റല്ലേ അത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഒരു കാറ്റാണ്. ആ കാറ്റിൽ നേരെ അങ്ങ് പോകും. ആ കാറ്റുണ്ടായിരുന്നെങ്കിൽ മത്സരം പിന്നെ കടുത്ത മത്സരമായിരിക്കുമല്ലോ. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമെന്ന് മാധ്യമലോകം എല്ലാവരോടും എല്ലാ ദിവസവും വിളിച്ചു പറയുന്ന ആ വാക്കുകൾ അനർത്ഥമാകണമെങ്കിൽ ഈക്വൽ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ താഴോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ സജീവമാക്കിയിരിക്കുകയാണ്. അവർ തന്നെ എന്തായാലും ഭരണം ഉറപ്പിച്ച പോലെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അത് ഒരു യുക്തിയില്ലാത്ത അല്ലെങ്കിൽ യുക്തിരഹിതമായ ഒരു നിലപാടല്ലേ. അവർ തന്നെ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നിട്ട് പറയുന്ന ആൾ തന്നെയാണ് ഇന്നയാളായാൽ തർക്കമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് അതുകൊണ്ട് ഞങ്ങളൊരു പേര് പറയാനില്ലെന്നല്ലല്ലോ പറഞ്ഞത്. പേര് പറഞ്ഞല്ലോ. അവരുടെ പിന്നെ ഒരു സംഘടനക്കകത്തെ രൂക്ഷമായ രാഷ്ട്രീയ സംഘടനാ പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തവണ ഏതായാലും ഇടതുപക്ഷം തന്നെ ജയിക്കുമെന്നാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ നിതീഷിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.